വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലെ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, പഠനം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് പ്രകാരം മെയിനായിട്ട് ഭൂമിശാസ്ത്രത്തിലെ ടോപ്പിക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം ഇന്ത്യ കേരളം എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഭൂമിശാസ്ത്രം, ഭൂമിയുടെ അത് നന്നായിട്ട് നോക്കിയിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ, അതുപോലെ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, അതായത് ശിലകൾ, ആ ഒരു പോർഷനൊക്കെ ഉണ്ട്. അത് ഞാൻ അധികം അങ്ങോട്ട് ഒരുപാട് നന്നായിട്ട് പഠിച്ച ഒരു പോർഷനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അതാണ് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം ഒരു 2 മണിക്കൂർ, അതായത് 10 മണി തൊട്ട് 12 മണി വരെയാണ് ഞാനതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ അത്യാവശ്യം നല്ല ടൈം, 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ നല്ലൊരു ടൈം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ട്. കാരണം ഞാനത് നന്നായിട്ട് തന്നെ തറായിട്ട് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ടൈം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലും വേഗത്തിലൊക്കെ പഠിച്ചു തീർക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക കഴിവും അതുപോലെ സമയം ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ മുന്നൊരു ടൈം മാനേജ്മെൻറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മളെ ടൈമൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലേ? മറ്റൊരാളുടെ ടൈം ടേബിൾ വെച്ചിട്ടൊന്നും നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ രീതികളും അവരുടെ രീതികളും എല്ലാം വേറെയാണ്. അപ്പോൾ മറ്റൊരാളോട് ചോദിച്ചിട്ട് അതുപോലെ സെയിം നമ്മളുടെ ജീവിതത്തിൽ പകർത്താമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എവിടെയാണോ നിങ്ങൾക്ക് ടൈം കിട്ടേണ്ടത് അവിടെയാണ് നിങ്ങൾ പഠിക്കാനുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ടൈം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കാണ്. എനിക്ക് എപ്പോഴും മാറിപ്പോവാണ്ട് ഈ ശിലകളുണ്ടല്ലോ, ആ ഒരു പോർഷൻ മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി കുറച്ചധികം ടൈം എടുത്തിട്ട് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്, റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, പിന്നീട് അത് എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റുന്നു അത്രയും ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താണ് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്തു, റാങ്ക് ഫയൽ എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കണം, കേൾക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കരുത് നമ്മളുടെ പഠനം എന്ന് പറയുന്നത്. നിങ്ങൾ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യണം, പക്ഷേ അതിൻ്റെ ഒപ്പം എന്താണ്, നമ്മൾ പഠിച്ചു പോകുന്ന ടോപ്പിക്ക് നമ്മൾക്ക് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത് കൂടെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ടൈം കൊടുത്തിട്ട് വേണം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ വായിച്ചു പോകരുത് ആരും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ തലയിൽ കയറാതെ വെറുതെ ഇങ്ങനെ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോയാലും നമുക്ക് വേണമെങ്കിൽ ഒരു 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒക്കെ തീർക്കാം റാങ്ക് ഫയൽ വെറുതെ വായിച്ചു പോകാനാണെങ്കിൽ. അപ്പോൾ അതല്ലല്ലോ പഠനം എന്ന് പറയുന്നത്, അതല്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പലരും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു തുടക്കക്കാരോ അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വളരെ വേഗത്തിൽ പഠിച്ച് എന്താ പറയുക തീർക്കുന്ന ഒരാളൊന്നുമല്ല. സമയം എടുത്തിട്ട് എനിക്കത് ഞാനത് പഠിച്ചു എന്ന് എനിക്ക് ഒരു തോന്നുന്ന വരെ ഞാൻ പഠിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് മോനൊക്കെ കൊടുത്തിട്ട് ഒരു 2:30 തൊട്ട് 4 മണി വരെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പലർക്കും ഉറക്കം വരുന്ന സമയമൊക്കെ ആയിരിക്കും, എനിക്കും ഉറക്കം വരാറുള്ളൊരു സമയമാണ്. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്ത് പഠിക്കാനിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉഷാറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ഉച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. എനിക്ക് ഉറക്കം വരാറുള്ളൊരു സമയമാണ്, കുറച്ച് ക്ഷീണമൊക്കെ വരുന്നൊരു സമയമാണ് ആ ഒരു ഉച്ച സമയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പഠനം ഇനിയൊരു 2:30 തൊട്ട് 4 മണി വരെ ഒന്ന് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഈ ഒരു ഭൂമിശാസ്ത്രം മാത്രമല്ല, പിന്നെ ഒരു സ്റ്റേറ്റിൻ്റെ സെക്ഷനൊന്നും ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ പ്ലാനിങ് കമ്മീഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കാണ് ഞാൻ ടീ ബ്രേക്ക് എടുത്തത്. അപ്പോൾ മോനും ഒക്കെ ആയിട്ട് പാൽ കൊടുക്കലും അതുപോലെ ഇതുപോലെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരു വൈകിട്ടത്തേതെന്ന് പറയുന്നത് ഒരു 4:30 തൊട്ടിട്ട് 6:30 വരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആന്ധ്ര സ്റ്റേറ്റ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് മുന്നേ നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്ലാനിങ് കമ്മീഷനും നീതി ആയോഗും ആ ഒരു പോർഷനും കൂടി, ആ 2 പോർഷനും കൂടെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ചെറിയ പോർഷനും കൂടെ ഇതിൻ്റെ ഒപ്പം തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കറണ്ട് അഫെയർസും മലയാളം, ഇംഗ്ലീഷ്, മാത്സൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റിൽ ഇടാറില്ല, കാരണം അത് ഡെയിലി ചെയ്യേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് ഞാനത് മാക്സിമം ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഒരു 6:30 തൊട്ടിട്ട് 6:30 വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക്
7 മണി തൊട്ടിട്ട് അല്ല സോറി 7:30 തൊട്ടിട്ട് എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നപ്പോൾ അവിടുത്തെ സാർ എടുക്കുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ 7:30 തൊട്ടിട്ട് പിന്നെ ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 7:30 തൊട്ടിട്ട് ഒരു 9:30 വരെ ആ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാം. മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, മോന് ഫുഡ് കൊടുക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചില ദിവസം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, എന്നാലും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണത്. അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാനങ്ങനെ അധികം മിസ് ചെയ്ത് കളയാറില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡി റൂട്ടീൻ. അപ്പോൾ ഇതൊക്കെ ഡെയിലി ഈ ഒരു സമയമൊന്നുമല്ല, പലപ്പോഴും പല ദിവസങ്ങളിൽ ഈ ടൈമൊക്കെ മാറും. കാരണം ഓരോ ദിവസം ഓരോ ടൈമിലായിരിക്കും പഠനം. ഇത്ര അവർ പഠിക്കുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ട് പഠിക്കാറില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റൂട്ടീനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ, ഓരോ ദിവസത്തെ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്താ പറയുക പഠിച്ചെടുക്കാൻ ശ്രമിക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.